കോഴിക്കോട് ജയലക്ഷ്മി സിക്സിലെ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഫയർഫോഴ്സിന് പുറമെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും കെട്ടിടത്തിൽ പരിശോധന നടത്തി. തീപിടുത്തത്തിൽ 30 കോടി രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. രണ്ടാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും ജയലക്ഷ്മി സിൽക്സ് ഉടമ ഗോവിന്ദ കമ്മത്ത് പറഞ്ഞു. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രവും കാരണമടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്ന വിലയിരുത്തലിലാണ് ഫയർഫോഴ്സ് ഉന്നത സംഘവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും കെട്ടിടത്തിൽ പരിശോധന നടത്തി. ഫോറൻസിക് വിഭാഗവും ഉടൻ പരിശോധന നടത്തും. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2023 ഉണ്ടായതിനേക്കാൾ 3 മടങ്ങ് നാശനഷ്ടം ഇത്തവണ ഉണ്ടായി എന്നതാണ് വിലയിരുത്തൽ. 2023 12 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിനുശേഷം രണ്ടാം നിലയിലെ വയറിംഗ് പൂർണ്ണമായും മാറ്റിയിരുന്നതായും ഉടമ ഗോവിന്ദ കമ്മത്ത് പറഞ്ഞു. സ്റ്റോക്ക് വെച്ച റിസർവ് സ്റ്റോക്ക് ഇങ്ങനെ എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന ഏരിയയിൽ തീപിടുത്തം, അത് അവിടെ സാധാരണ പെട്ടെന്ന് സ്റ്റാഫ് ആരും പോകാറില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അവിടെ ഇത് പുകയുണ്ടായി, പുകഞ്ഞ് റെഡിയായി. അത് അറിഞ്ഞിങ്ങനെ തപ്പി വന്ന സ്മെല്ല് വന്നിങ്ങനെ തപ്പി വന്നപ്പോഴും അവിടെ പോയിക്കും ഡോർ എടുത്തപ്പോൾ ഭയങ്കര പുകയും തീയാണ് വന്നത്. അത് അവിടെ നമുക്ക് ഒരു ഇത് പറ്റി വെച്ചാൽ ആ ആഡ് ചെയ്ത് വന്നപ്പോൾ സ്റ്റാഫും എല്ലാവരും പേടിച്ചു, അന്താളിച്ച് പേടിച്ചു പോയി. ഏതായാലും അന്നത്തെ കാലത്ത് നല്ല നഷ്ടമുണ്ട്. 3 ഇരട്ടി കുറഞ്ഞ വർഷമുണ്ട്. വയറിങ് വരുത്തിയുണ്ട്, എല്ലാം മറ്റേ ELCB എല്ലാം വെച്ചിട്ടുണ്ട്. വയറിങ് എല്ലാം മാറ്റി, സിസ്റ്റം എല്ലാം പുതിയതാണ്. ഫയർ എക്സിറ്റൊക്കെ ഉണ്ട്. ഫയർ എക്സിറ്റ് 4 ഫയർ എക്സിറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. പഠിക്കാനുണ്ട്, അന്വേഷണം പഠിക്കാനുണ്ട്, എങ്ങനെ പറ്റിയെന്ന് നോക്കാനുണ്ട്. സംഭവത്തിൽ ജില്ലാ ഫയർഫോഴ്സ് മേധാവി ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകും. ആദ്യഘട്ടത്തിൽ 1-ാം നിലയിലാണ് തീപിടിച്ചതെന്നാണ് ജീവനക്കാർ കരുതിയത്. പിന്നീട് പരിശോധന പുരോഗമിക്കുന്നിടയിൽ 2-ാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാരെയും കടയിലുണ്ടായിരുന്നവരെയും പുറത്തിറക്കാനായത് വലിയ അപകടം ഒഴിവാക്കി. ഓഫ് സീസണായതിനാൽ സ്ഥാപനത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണവും നന്നേ കുറവായിരുന്നു. ഇതും രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി. 6 മണിക്കൂറോളം എടുത്താണ് നഗരത്തെ ആശങ്കയിലാഴ്ത്തിയ തീപിടുത്തത്തെ നിയന്ത്രിക്കാനായത്. ജനം, കോഴിക്കോട്.